നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഗുഡ് ബോയ് എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ ഞാൻ എന്തിനാ തോറ്റു കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഹീറോയിനെ വന്ന് ഉമ്മം കൊടുക്കും. അത് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഹീറോയിൻ പറയും, നീ ഇന്ന് പോണ്ട, നിനക്ക് പോകാൻ വേറെ സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞ് എന്റെ വീട്ടിൽ കഴിഞ്ഞോളാം. അങ്ങനെ ഹീറോ അന്നത്തെ ദിവസം ഹീറോയിന്റെ കൂടെ ആ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഹീറോയിന്റെ കൂടെ അല്ല, അവൻ ഹാളിലും കിടന്നുറങ്ങും, അവള് റൂമിലും കിടന്നുറങ്ങും. പിറ്റേന്ന് നമ്മുടെ ടീംസാണ് കുറച്ച് കുട്ടികൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ തളർന്നു വീണാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഷൂട്ടിംഗ് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഫെൻസിങ് പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ് ചെയ്യുന്ന സ്പോർട്ടാണ് ഫെൻസിങ്. അതിലൊരു തലതെറിച്ച പയ്യൻ നമ്മുടെ എക്സിനെ ആണെങ്കിൽ വല്ലാണ്ടിട്ട് അടിക്കുകയാണ്, കയ്യിലിരിക്കുന്ന സാധനം വെച്ച്. എക്സ് വിട്ടുകൊടുക്കത്തില്ല, തിരിച്ചു വെച്ച് അടിച്ചു കൊടുക്കും. അങ്ങനെ ആ കുട്ടിയുടെ അമ്മ വന്ന് എക്സിനെ ചീത്ത പറയും. ഈ സമയമായിരിക്കും അങ്ങോട്ട് നമ്മുടെ കൂട്ടുകാരൻ ഓഫീസർ ഡിസ്കോ ആയിട്ട് വരുന്നത്. ആ ഡിസ്ക് എറിയുമ്പോൾ ഒരു പട്ടിക്കുട്ടി ഓടിപ്പോയി ആ ഡിസ്ക് പിടിക്കും. എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറയുകയാണ്. ഈ നേരം നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കമ്മീഷണറിന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. കമ്മീഷണർ ഇവൻ ഇതിൽ നല്ല ഭാവി ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ നീ പോലീസ് ജോലി വിട്ടിട്ട് മസാജ് ജോലി ചെയ്തോളാൻ പറയും. മസാജ് ചെയ്ത് കൊടുക്കുന്ന വേറൊന്നിനുമല്ല, ഇവൻ ചെയ്ത തെറ്റെല്ലാം മാറ്റി നിർത്തി ടീമിനെ പിരിച്ചുവിടാതിരിക്കാനായിട്ട്. അതുമാത്രമല്ല, മേലിൽ നിന്നുള്ള പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. വില്ലന്റെ പ്രഷർ കമ്മീഷണറിന് ഇനി കിട്ടത്തില്ല. കാരണം വില്ലന്റെ കുറെ അടി വാങ്ങിച്ചിട്ടില്ലേ, ഇനി കമ്മീഷണറിനെ സോപ്പിട്ടാ മതി. അതുകൊണ്ട് തന്നെ കമ്മീഷണറിനെ സോപ്പിടാണ് മസാജ് ചെയ്ത് കൊടുത്തിട്ട്. അവസാനം മസാജ് ചെയ്യാൻ നേരത്ത് കമ്മീഷണറിന് നന്നായിട്ട് അമക്കി വേദനിപ്പിച്ച് തറയെ തള്ളിയിടും. ക്യാപ്റ്റൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ആളല്ലേ, അതുകൊണ്ട് ചെറിയൊരു സ്വീറ്റ് റിവെഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഇവൻ നമ്മുടെ ടീംസിന്റെ അടുത്ത് വരികയാണ്. ക്യാപ്റ്റൻ അവനെ കാണുമ്പോൾ സന്തോഷമാവും. നീ നല്ലൊരു പയ്യനായെന്ന് പറഞ്ഞ് അവനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടുകാരൻ ഓഫീസറും കെട്ടിപ്പിടിക്കും. കാരണം ഒരുപാട് നാളായി അവനെ കണ്ടിട്ട് നേരെ ചൊവ്വേ. അതിന്റെ ഇടയിൽ ഹീറോയിനെ ഇവൻ വല്ലാത്ത നോട്ടം നോക്കും. അറിയാലോ എങ്ങനെയാ നോക്കുന്നതെന്ന്. ഇത് നമ്മുടെ എക്സ് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും ചോദിക്കുന്നൊന്നുമില്ല. ക്യാപ്റ്റൻ ചോദിക്കും, നിന്റെ മുഖത്തെന്താ ഇത്ര തിളക്കമെന്ന്. അതൊന്നുമില്ല, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യമാണെന്നും പറഞ്ഞ് ഇവരെയും കളിയാക്കി ഹീറോയിന്റെ പിറകെ ഒരു സ്ഥലത്ത് ചെല്ലും. ഹീറോയിൻ അവനെ വഴക്കുറയും. അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അവന്റെ ഒരുമാതിരി എന്താ പറയാ, എന്തോ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. അതായത് കേട്ട് നിൽക്കുന്ന ആൾക്ക് ഒരു നാണം തോന്നിപ്പോവും, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിന്. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കില്ലെന്ന് പറയുമ്പോൾ ഹീറോയിനെ സോപ്പിട്ട് അവൾക്കൊരു മുത്തം കൊടുക്കാനായിട്ട് അവളുടെ ഫ്രണ്ടിലോട്ട് ചെല്ലും. ഹീറോയ്ക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ, അവന്റെ സാധനങ്ങളെല്ലാം ജിമ്മിൽ കിടക്കുകയാണ്, അതൊക്കെ തിരിച്ചെടുത്തോണ്ട് വരണം. അതുകൊണ്ട് തന്നെ ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് ഹീറോയിനോട് പറഞ്ഞിട്ട് അവൻ നേരെ ജിമ്മിൽ ചെല്ലും. ജിമ്മിൽ ചെന്ന് അവന്റെ ബാഗ് നോക്കുമ്പോൾ അവന്റെ ബുക്ക് കാണാനില്ല. അവന്റെ അമ്മ കൊടുത്ത ബുക്കാണ്, അവന്റെ ഒറിജിനൽ അമ്മ കൊടുത്ത പോയിറ്റിന്റെ ബുക്കാണ്. ആ പോയിറ്റിന്റെ പേരാണ് ഹീറോന്റെ അമ്മ ഹീറോന് പേരായിട്ടിട്ടേക്കുന്നത്, ഡോങ്ചു. ഈ ബുക്ക് എവിടെ പോയെന്ന് നോക്കിയാൽ നമ്മുടെ വില്ലത്തി, അതായത് ഡ്രഗ് ഡെമൺ ഇരുന്ന് വായിക്കുന്നുണ്ട്. അവൾക്ക് ഈ ബുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് വായിക്കുമ്പോൾ അവൾ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. അതായത് ആ ഫീലിംഗ് അവൾക്ക് കിട്ടുന്നുണ്ട് ബുക്ക് വായിക്കുമ്പോഴേ. റഷ്യക്കാരൻ ചോദിക്കും, നീ എന്താ ഇതൊക്കെ വായിക്കുന്നതെന്ന്. അവൾ പറയും, ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ബട്ടർഫ്ലൈ അനുഭവപ്പെടുന്നുണ്ടെന്ന്. അതായത് അഡ്രിനാലിൻ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അഡ്രിനാലിൻ എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല. ഈ അടിവയറ്റിൽ മഞ്ഞ് വീഴാന്ന് പറയുന്ന കേട്ടിട്ടില്ലേ, അത് അഡ്രിനാലിൻ വരുന്നത് കൊണ്ടാണ് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന മുടിയന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുരുഷനാണ്, നിനക്ക് എന്നെ നോക്കിക്കൂടെന്ന്. എന്നാൽ നമ്മുടെ പെൺകുട്ടിക്ക്, അതായത് ഡ്രഗ് ഡെമണ് എവനെ പോലെ ഉള്ളവന്മാരെ അല്ല ഇഷ്ടം, നമ്മുടെ ഹീറോനോടാണ് ക്രഷ്. എന്തായാലും നമ്മുടെ പെൺകുട്ടി, നമ്മുടെ അല്ല, ഡ്രഗ് ഡെമൺ അവനെ കളിയാക്കുകയാണ്. അതായത് മുടിയനെ കൂടെ റഷ്യക്കാരനും ചേർന്ന് കളിയാക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ട് വില്ലൻ കയറി വരുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ചർച്ച ജപ്പാനിലോട്ട് അയക്കാനുള്ള സാധനത്തിനെ പറ്റിയാണ്. പിന്നീട് നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ അവർ ഓഫീസിലിരുന്ന് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാണ്, അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ പരുന്തിനെ കാണാതെ പോയ കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ട്. പരുന്തിനെ കൊന്നോ അതോ ജീവനോടെ വിട്ടോ ഒന്നും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റന്റെ മുതുകത്ത് എന്തോ ഉറുമ്പ് കടിച്ചിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ ഉറുമ്പെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് വരുന്ന പ്രത്യേകതരം ഉറുമ്പാണ്. ഈ ഉറുമ്പ് കടിച്ചത് എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ ഈ ഉറുമ്പ് കടിച്ചത് അന്ന് മയക്കുമരുന്ന് എടുക്കാൻ പോയില്ലായിരുന്നു. ആ പെട്ടി തുറന്നപ്പം അതിനകത്ത് കുറെ ഉറുമ്പുണ്ടായിരുന്നു. ആ ഉറുമ്പാണ് ക്യാപ്റ്റനെ കടിച്ചിട്ടുള്ളത്. ഈ ഉറുമ്പെന്ന് വെച്ചാൽ സാധാരണ ഉറുമ്പല്ല. ഈ ഉറുമ്പ് കടിച്ച ബോധക്ഷയം വരും. ക്യാപ്റ്റൻ ഇതൊരു ഉറുമ്പല്ലേ എന്നും പറഞ്ഞ് എണീറ്റ് നടക്കാൻ നേരത്ത് തല ഇറങ്ങി തറയിൽ വീഴും. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനെ എടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലും. അത് കഴിഞ്ഞ് ബാക്കി 4 പേര് നിന്ന് ഡിസ്കസ് ചെയ്യാണ് വില്ലനെ എങ്ങനെ പൂട്ടാന്ന്. ഹീറോയ്ക്ക് എന്തോ മാരകമായിട്ടുള്ള ഒരു ഐഡിയ തലയിൽ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള സീനിൽ വില്ലന്റെ സ്ഥലത്തോട്ട് വേറെ കുറെ ഗവൺമെന്റ് എംപ്ലോയീസ് വരികയാണ്. ഈ കസ്റ്റംസിൽ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാനായിട്ട്. വേറൊന്നുമല്ല, ഈ ഉറുമ്പ് കസ്റ്റംസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇത് സാധാരണ ഉറുമ്പല്ല, ഇത് ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് സാധനം പുറത്തോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അകത്തോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് സീൽ ചെയ്യാനായിട്ടാണ് ആള് വന്നിരിക്കുന്നത്. ഇനി ഉറുമ്പിനെയൊക്കെ കൊല്ലുന്ന ആൾക്കാർ വന്നാൽ മാത്രമേ ഇവർക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം അയക്കാനും കൊണ്ടുവരാനും പറ്റത്തുള്ളൂ. വില്ലൻ മൊത്തത്തിൽ കൂടി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വില്ലൻ കോച്ചിന്റെ സെക്യൂരിറ്റി കമ്പനിയിൽ വന്നിരിക്കുകയാണ്. അവിടെ തന്നെ ഈ വില്ലന്റെ ബോസും ഉണ്ട്, കസ്റ്റംസിലെ ബോസ്. ബോസിനെ മിരട്ടി നിർത്തിയിരിക്കുകയാണ്. ബോസിനൊരു മോളുണ്ട്, ആ മോളെ തട്ടിക്കൊണ്ട് പോയി ബ്രോത്തലിൽ വിൽക്കുമെന്നാണ് ഈ വില്ലൻ പറയുന്നത്. അതും പറഞ്ഞ് വിരട്ടുന്നുണ്ട്. ആ പാവം മനുഷ്യൻ അങ്ങേരുടെ കാലിൽ വീഴാണ്. എന്താ ചെയ്തു തരണ്ടേന്ന് ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ഇവർ കുറച്ച് സാധനങ്ങൾ കസ്റ്റംസിൽ
വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ വേറെ രാജ്യക്കാർ പ്രശ്നം ഉണ്ടാക്കും. യവന്മാരുടെ സാധനങ്ങൾ, അതായത് മയക്കുമരുന്നോ ഗോൾഡോ എന്തെങ്ങാണ്ടാണ്, എന്താന്ന് നമുക്കിന്ന് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അത് എത്രയും പെട്ടെന്ന് അയക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അങ്ങേരുടെ അടുത്ത് സംസാരിക്കുന്നത്. മോളെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് മോൾക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷനൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഈ വില്ലൻ. അതുപോലെ കാലിൽ വീണ സമയത്ത് നിന്റെ കൈയൊക്കെ പുറത്തെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ചവിട്ടി പിടിച്ച് വിരല് പിടിച്ച് ഒടിച്ചു കളയും ബോസിന്റെ. അത് കഴിഞ്ഞിട്ട് വില്ലൻ അവിടെ നിന്ന് പോകും, ബോസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ഈ നേരം നമ്മുടെ ടീംസ് ക്യാപ്റ്റന്റെ ഒരു ഫ്രണ്ടാണ് ഈ ഉറുമ്പിനെയൊക്കെ കൊല്ലുന്ന ടീമിൽ വർക്ക് ചെയ്യുന്നത്. അതായത് സിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് മരുന്നടിക്കും. അതുപോലെ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ നമ്മുടെ ക്യാപ്റ്റന്റെ ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ കൂടെ അതിനകത്ത് കയറ്റുകയാണ്. യൂണിഫോം ഒക്കെ ഇട്ട് അവര് നേരെ കസ്റ്റംസിൽ ചെല്ലും. അവിടെ ഏതോ ഒരു പെട്ടിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ വില്ലന്മാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടിയാൽ തന്നെ വില്ലനെ പൂട്ടാൻ പറ്റും. അതായത് കസ്റ്റംസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ കസ്റ്റംസിൽ നിന്ന് കുറച്ച് മയക്കുമരുന്ന് കിട്ടിയാൽ തന്നെ ഇവന്മാർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വില്ലന്മാർക്ക് നല്ല പണി കിട്ടും, 8ന്റെ പണി കിട്ടും. അതാണ് നമ്മുടെ ടീംസിന്റെ പ്ലാൻ. അങ്ങനെ എല്ലാരും കൂടെ അവിടെ ചെന്നിട്ട് എല്ലാരും പല വഴിക്കായി അന്വേഷിക്കാൻ തുടങ്ങും. ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടി കാണും. ആ പെട്ടി തുറക്കാനായിട്ട് കസ്റ്റംസിൽ വർക്ക് ചെയ്യുന്ന ഒരാളടുത്ത് വരാൻ പറയും. എന്നാൽ അയാൾ ആരോ ബാക്കിൽ നിന്ന് അടിച്ചിടും. ഹീറോ ഇത് കാണത്തില്ല. ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ ഒരു പെണ്ണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണാം, ഒരു പെട്ടിയുടെ ഫ്രണ്ടിൽ. അത് ആരാന്ന് ഹീറോയ്ക്ക് മനസ്സിലായില്ല. ഹീറോ വിചാരിക്കും ഹീറോയിൻ ആണെന്ന്. ഹീറോയിന്റെ പേരും വിളിച്ച് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. കുറച്ചു ദൂരം ഓടുമ്പോൾ അത് വില്ലത്തിയാണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പൊ തന്നെ വില്ലത്തി അവിടെ നിന്ന് വെച്ച് ഓടിക്കൊടുക്കും. എന്നാൽ നമ്മുടെ പെൺകുട്ടി ആരാ മോള് ചവിട്ടി തറയെ തള്ളിയിടും. എവളെ പിടിച്ച് ചോദ്യം ചെയ്യാണ്. എന്നാൽ എവളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എവളെ പൂട്ടി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ എവള് ജെന്നി വന്ന കണക്ക് അഭിനയിക്കുകയാണ്. തറയെ കിടന്ന് പിടയുകയാണ്. ഹീറോ ഇത് കണ്ട് പേടിച്ച് എന്താ പറ്റിയ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അടുത്ത് ചെല്ലുമ്പോൾ എവള് ജെന്നി പിടിച്ച കണക്ക് അഭിനയിച്ച് അവനൊരു മുത്തം കൊടുക്കും. ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട്, നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും വേറെ കുറെ ആൾക്കാർ ഇവരെ പിറകിന്ന് വന്ന് ആക്രമിക്കും. എല്ലാരെയും അടിച്ച് കുറെ സൈഡിലോട്ട് ഇടും. ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹീറോയാണ്, അവളുടെ ദേഹത്ത് ആരും അടിക്കാതിരിക്കാനായിട്ട്. ഈ സമയം മുതലെടുത്തുകൊണ്ട് ഈ വില്ലത്തി ഓടി രക്ഷപ്പെടും. എക്സ് പിറകെ പിടിക്കാൻ ഓടിയെങ്കിലും നടന്നില്ല. ഇവരെ അടിച്ച് ഊപ്പാട് വരുത്തി കളയും. അത് കഴിഞ്ഞ് വില്ലന്മാരൊക്കെ ഓടി രക്ഷപ്പെട്ട് കളയും. വില്ലന്മാരല്ല, വില്ലന്മാരെ ഏർപ്പാടാക്കിയ ആൾക്കാരാണ്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിൽ കത്തുന്നത്. അതായത് വില്ലത്തി ഒരു സ്ഥലത്ത് പോയി നിന്നില്ലേ, ഒരു പെട്ടിയുള്ള സ്ഥലത്ത്. ആ പെട്ടിയിലാണ് സാധനങ്ങൾ. ഇത് മനസ്സിലാക്കിയ ഹീറോ എല്ലാരെയും വിളിച്ചോണ്ട് ആ പെട്ടിയുടെ അടുത്ത് വരും. എന്നിട്ട് ആ പെട്ടി തുറന്ന് നോക്കുമ്പോൾ കുറെ ടെഡി ബിയർ ആണ്. ആ ടെഡി ബിയർ കീറി മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം മയക്കുമരുന്നാണ്. ക്യാപ്റ്റന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇനി ടീമിനെ പിരിച്ചുവിടേണ്ടി വരത്തില്ല. മയക്കുമരുന്ന് കണ്ടുപിടിച്ചില്ലേ, ഇവര് വലിയൊരു ടീമാവാൻ പോവാണ്. അന്നേരം നമ്മുടെ എക്സിന്റെ കയ്യിൽ എന്തോ ഒരു പാട് കാണുന്നുണ്ട്. അതെന്താന്ന് നോക്കുമ്പോൾ ഉറുമ്പ് കടിച്ചതാണ്. ഈ ഉറുമ്പ് സാധാരണക്കാരനായിട്ടുള്ള ഉറുമ്പല്ല, കടിച്ചാൽ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ വന്ന് കാണും. ഡോക്ടർ അലർജിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സിറിഞ്ച് എടുക്കും. എന്നാലും നമ്മുടെ എക്സിന് സിറിഞ്ച് ഭയങ്കര പേടിയാണ്. എന്തൊക്കെയോ ട്രോമയുണ്ട് ഈ മൂർച്ചയുള്ള സാധനം കാണുമ്പോഴേ. ഇവനാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഹീറോ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് അവന്റെ മോന്തക്കിട്ടൊരെണ്ണം കൊടുത്ത് അവനെ മയക്കി കളയും. അത് കഴിഞ്ഞ് ഡോക്ടർ അവന് സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ കൊടുക്കും. ഹീറോയിന് ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി വരും. പിറ്റേന്ന് നമ്മുടെ ടീംസ് എല്ലാം കുറെ കാറും ലോറിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ്. ഹോൺ അടിച്ച് എല്ലാരെയും വിളിച്ച് അറിയിച്ചിട്ടാണ് വരുന്നത്. കമ്മീഷണറിന് മനസ്സിലായി അടുത്ത് എന്തോ പണിയായിട്ടാ വരുന്നതെന്ന്. കമ്മീഷണർ ഇനി എന്ത് പുകിലാണെന്ന് വിചാരിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ ടീംസ് കുറെ കഞ്ചാവൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അന്ന് രാത്രി കമ്മീഷണറിന്റെ ചെലവാണ്. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ചെലവ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഡിവിഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ക്യാപ്റ്റൻ ചോദിക്കും ഹീറോയ്ക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ, നീ എവിടെ പോണേന്ന്. എന്നാൽ ഹീറോയിന്റെ പിറകെ പോവാണ്. ഇത് മനസ്സിലാക്കിയ എക്സ് നീ എന്റെ കൂടെ താമസിച്ചോന്നും പറഞ്ഞ് അവനെ പിടിച്ചോണ്ട് അവന്റെ വീട്ടിൽ വരും. എക്സിന്റെ വീട്ടില്. എക്സിന്റെ ഒരു വീട് കത്തി നശിച്ചു പോയി. എന്നാൽ അവന് വേറെയും കുറെ വീടുകളുണ്ട്. ആ വീട്ടിൽ വരും. അവൻ അവിടെ ഒരു സ്റ്റോർ റൂമാണ് കൊടുക്കുന്നത്. വേറെ കുറെ സാധനങ്ങളൊക്കെ അവിടെ പറക്കി വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനകം ആ പെട്ടിയെല്ലാം മാറ്റി തരാന്ന് അവനോട് പറയും. ഹീറോ ആ റൂമിൽ കയറി കുറച്ച് പെട്ടി തട്ടിയിടും. ലവൻ വഴക്ക് പറയുന്നുണ്ട് പെട്ടിയൊന്നും തട്ടിയിടാതെ, അതൊന്നും തട്ടി പൊട്ടിക്കാതെ എന്ന്. എന്നാൽ ഞാൻ ഇനി സൂക്ഷിച്ചോളാന്ന് പറഞ്ഞ് ആ പെട്ടിയിലുള്ള കുറച്ച് ഫോട്ടോ എടുത്ത് നോക്കും. ആ ഫോട്ടോയിൽ ഹീറോയിനും എക്സും ഉള്ള ഫോട്ടോകളാണ്. അന്ന് അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള സമയത്ത് എടുത്ത ഫോട്ടോകളാണ്. എല്ലാത്തിലും അവർ സന്തോഷമാണ്. ഇതൊന്നും ഹീറോയ്ക്ക് പിടിക്കുന്നില്ല. ഹീറോയിന്റെ ഭംഗി മാത്രമേ അവൻ കാണുന്നുള്ളൂ. അതുപോലെ ആ പെട്ടിയിൽ നിന്ന് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് കിട്ടും. അതായത് എക്സിനെ പറ്റിയാണ്. എക്സ് നല്ലൊരു മെഡലിസ്റ്റ് ആയിരുന്നു ഫെൻസിംഗിൽ. അതുപോലെ തന്നെ അവനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഈ ഫെൻസിങ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ആ ഫ്ലാഷ് ബാക്കിലോട്ട് ഹീറോ പോവുകയാണ്. നമ്മുടെ എക്സ് ആണെങ്കിൽ ഒരു ദിവസം ഫെൻസിങ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഓപ്പോസിറ്റ് ഒപ്പണന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രൊഫഷണൽ മാച്ച് ആണ് കേട്ടോ. അപ്പൊ ഹീറോ ഗോൾഡ് മെഡലൊക്കെ നേടി മണ്ടിൽ വന്നിരിപ്പുണ്ട്. അവനെ ഗോൾഡ് മെഡൽ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഷോയും ഇറക്കുന്നുണ്ട്. കണ്ടോ ഞാൻ ഗോൾഡ് മെഡൽ നേടി എന്നുള്ള രീതിയില്. എന്നാൽ എക്സ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് മെഡൽ കിട്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. ആദ്യത്തെ കുറച്ച് റൗണ്ട് തോറ്റെങ്കിലും രണ്ടാമത്തെ റൗണ്ട് പിടിക്കും. പിന്നീട് ഈ കളിയുടെ ഇടയിൽ എക്സിന്റെ കഴുത്തിന്റെ ഇടയിൽ കൂടെ ആ വാള് കുത്തി കയറി അവന്റെ മുഖത്ത് കൊള്ളും. അവൻ അവിടെ ഇരുന്ന് പോവാണ്. ചോര വരികയാണ്. എന്നാൽ വലുതായിട്ടൊന്നും പറ്റില്ല. അവന്റെ കണ്ണിന്റെ തൊട്ട് സൈഡിലാണ് ഇത് കുത്തി കയറിയത്. കണ്ണിലായിരുന്നെങ്കിൽ എന്തായേനെ, ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. എല്ലാരും പേടിച്ചുപോയി. ഈ കാര്യം ഹീറോ ഓർക്കുന്നുണ്ട്. അതായത് അവന്റെ ഇടത്തെ സൈഡിലാണ് കുത്ത് കിട്ടിയത്. അതേ സെയിം സ്ഥലത്ത് തന്നെയാണ്
ഒരുത്തനാണ് ഹീറോ ഇന്ന് അടിച്ചു കൊടുത്തത്. അവൻ അടിച്ച് മയക്കിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റബോധം അടിച്ചിട്ട് ഹീറോ ഞാൻ ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നീട് തിരിച്ചു വരുമ്പോൾ അവന്റെ കയ്യിൽ ഓയിൻമെന്റ് ഉണ്ട്. അവൻ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ അവൻ മാറി നിൽക്കും. എക്സ് പേടിച്ചു പോവും, എവനെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട്. അവസാനം ഓട്ടിച്ചിട്ട് പിടിച്ച് ഓയിൻമെന്റ് ഇടാൻ നിൽക്കുമ്പോൾ അവനെ തട്ടി ദൂരോട്ട് തെറിപ്പിക്കും. ആന്ന് വിളിച്ച് മാറിക്കിടക്കും. എക്സ് എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും അവനെ കയറി പിടിച്ച് ഓയിൻമെന്റ് വായിന്റെ അകത്ത് ഇട്ട് കൊടുക്കും. നമ്മുടെ എക്സും ഹീറോനെ കാണാത്തോണ്ട് തിരക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിന്റെ വീട്ടിന്റെ അടുത്ത് വരുമ്പോൾ കോണിംഗ് ബെല്ല് അടിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അവൾക്ക് മെസ്സേജ് അയക്കും ഡോങ് ചൂനെ കിട്ടിയോന്ന് ചോദിച്ചിട്ട്. എന്നാൽ സെൻഡ് ചെയ്യത്തില്ല, അത് റിമൂവ് ചെയ്ത് കളയും. പിന്നീട് താഴെ ഇറങ്ങി വരുമ്പോൾ ആ പട്ടിക്കുട്ടിയുടെ കൂട് കാണും. ആ പട്ടിക്കുട്ടിയുടെ പേര് ഡോങ് ചൂ എന്നാണ്, അതായത് ഹീറോന്റെ പേരാണ്. ഇവൻ നോക്കി നിൽക്കുന്നത് അവിടുത്തെ അമ്മൂമ്മ കാണും. എന്താ മോനെ നോക്കി നിൽക്കുന്നത്, ഈ പട്ടിക്കുട്ടിയാണോ എന്ന് ചോദിക്കും. ഈ പട്ടിക്കുട്ടിക്ക് ഈ പേരിട്ടത് ആരാന്ന് എക്സ് ചോദിക്കുമ്പോൾ അമ്മൂമ്മ പറയും മണ്ടയിൽ ഒരു പോലീസുകാരി ഉണ്ടല്ലോ, അവളാണ് ഈ പട്ടിക്ക് ഡോങ് ചൂ എന്ന് പേരിട്ടതെന്ന്. അതായത് നമ്മുടെ ഹീറോയിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ വെച്ച് എക്സിന് മനസ്സിലായി ഹീറോയിന് ഇഷ്ടമാണെന്നുള്ള കാര്യമേ. അളിയന് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും ഈ നേരം നമ്മുടെ വില്ലന്മാരെല്ലാരും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ആ പൊക്കിയ, അതായത് ആ ടെഡി ബിയറിൽ നിന്ന് പൊക്കിയ കുറെ കഞ്ചാവില്ലേ, കഞ്ചാവല്ല മയക്കുമരുന്നാണ്, അത് തിരിച്ചെടുക്കാൻ പ്ലാൻ ഇടുകയാണ്. അതായത് അവർ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ പിടിച്ച സാധനം കൊണ്ട് വേറെ അങ്ങോട്ടോ പോകും. ഈ ഗവൺമെന്റിന് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് പോകും. ആ സമയം അടിച്ചെടുക്കാനാണ് ഇവന്മാർ പ്ലാൻ ഇടുന്നത്. അപ്പോഴേക്കും എന്തോ ഒരു തട്ടുന്ന ശബ്ദം കേൾക്കും. ചെന്ന് നോക്കുമ്പോൾ കാറിന്റെ ഡിക്കിന്നാണ് കേൾക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പരുന്തുണ്ട് കേട്ടോ. പരുന്തിനെ കൊന്നിട്ടില്ല. അന്ന് പരുന്തിനെ കൊല്ലാൻ നിന്നപ്പോ ഈ റഷ്യന്റെ ഫോണിലോട്ട്, റഷ്യൻ മാഫിയയുടെ ഫോണിലോട്ട് അവന്റെ അമ്മ വിളിച്ചിട്ടുണ്ട്. അമ്മ വിളിച്ചിട്ട് പറയും ആരെയും കൊല്ലല്ലേ മോനെ, മോശപ്പെട്ട വഴിയിൽ പോകല്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ആരെയും കൊന്നിട്ടില്ല. അമ്മ വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പരുന്തിനെ കൊല്ലാതെ ഡിക്കിക്കകത്തിട്ടേക്കാണ്. നീ ഞങ്ങൾ പറയുന്ന വല്ലതും കേട്ടോന്ന് വില്ലൻ ചോദിക്കും. എന്നാൽ പരുന്ത് പറയും ഞാൻ കേട്ടിട്ടില്ലാന്ന്. കള്ളം പറയുന്നോടാന്ന് ചോദിച്ചിട്ട് അവന്റെ കാലിട്ട് ഒരു കുത്താണ് കത്തി വെച്ചിട്ട്. അവൻ വേദന എടുത്ത് ഇവരെ തള്ളി മാറ്റി എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. യവന്മാര് പിറകെ പോകുന്നില്ല, എന്താണോ എന്തോ ഓടാൻ വയ്യെന്ന് തോന്നുന്നു. പിറ്റേന്ന് എക്സ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അവന്റെ മുഖത്ത് മൊത്തം ബാൻഡേഡ് ഒട്ടിച്ചു വെച്ചേക്കാണ് മുറിവില്. അത് നമ്മുടെ ഹീറോന്റെ പണിയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഹീറോ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നീട് അവരെല്ലാരും കൂടെ ആ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വരികയാണ്. അപ്പോഴേക്കും മേയറിന്റെ ഫോണിലോട്ട് ആരോ വിളിച്ചിട്ട് എന്തോ കലാപം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് വിടണം, കലാപം നടക്കുന്ന സ്ഥലത്തോട്ട്. ഫോൺ കട്ട് ചെയ്ത് പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ കമ്മീഷണറിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്താണോ എന്തോ, കമ്മീഷണറിനെ അല്ല അങ്ങോട്ട് നോക്കിയതാണ്. കമ്മീഷണർ അവനെ ചീത്ത പറയുന്നുണ്ട്. അവൻ കേൾക്കാതെ ഇനി ഈ നാറി അടുത്ത പ്രശ്നം എന്താണോ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ്, ഹീറോയിൻ, പിന്നെ കുറച്ച് പോലീസുകാരാണ്. അവരെല്ലാരും കൂടെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോകും. നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും കൂടെ പരുന്തിനെ കിട്ടിയെന്ന് വിവരം അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലും. പരുന്ത് ഒരു ഹോസ്പിറ്റലിലുണ്ട് കേട്ടോ. അവിടെ ചെന്ന് അവനോട് കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയും നിങ്ങൾ കാരണം ഈ അനുഭവം എനിക്ക് ഉണ്ടായത്, അവന്മാരെന്റെ കാലെല്ലാം കുത്തിയെടുത്തെന്ന്. അതിനുശേഷം എന്താ ഉണ്ടാവാൻ പോകുന്നതെന്നുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് ഇന്നാണ് അവന്മാര് മയക്കുമരുന്ന് അടിച്ചെടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഇത് കേട്ട ഉടനെ ഹീറോയ്ക്കും ക്യാപ്റ്റനും മനസ്സിലായി എക്സും ഹീറോയിനും അപകടത്തിലാണെന്ന്. അവര് കാറെടുത്ത് നേരെ ചെല്ലുകയാണ്. അതുപോലെ ഈ കലാപം നടക്കുന്ന സ്ഥലത്തില്ലേ, അവിടെ പൈസ കൊടുത്ത് കലാപം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, കോച്ചാണ്. ഒരാളെ വെച്ച് കലാപം ഉണ്ടാക്കിയതാണ്. കാറിൽ പോകുന്ന സമയത്ത് തന്നെ ഹീറോയിനെ വിളിച്ചിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കും. ഏതൊരു ടണലിന്റെ അടുത്ത് എത്തിയെന്ന് പറയും. ക്യാപ്റ്റൻ തന്റേതായ കൂട്ടുകാരനെ വിളിക്കും. അതായത് ഓപ്പോസിറ്റ് ഡിവിഷനിലെ ബോസ് ഇല്ലേ, അവനെ വിളിച്ചിട്ട് പരുന്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. പരുന്ത് അപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു, എനിക്ക് ജീവന് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടാണ് ട്വിസ്റ്റ്. പരുന്തിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും അക്ഷരം തെറ്റാതെ പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് വില്ലനാണ്. അതായത് വില്ലൻ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അത് മാത്രമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വില്ലനാണ് കാർ കൊടുത്തിട്ടുള്ളത് പരുന്തിനെ. വില്ലൻ പറഞ്ഞ അനുസരിച്ചാണ് പരുന്ത് അവരോടുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഈ നേരം നമ്മുടെ ഹീറോയിനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അവള് പോകുന്ന വണ്ടിയിൽ വേറെ കുറെ ബൈക്കുകാർ വന്നിട്ട് എന്തൊക്കെയോ ബോംബ് വെക്കുന്നുണ്ട്. അത് പൊട്ടി ഈ വണ്ടി അവിടെ നിന്ന് കറങ്ങും. അതുപോലെ തന്നെ എക്സ് സഞ്ചരിച്ച കാറിന്റെ പിറകിൽ വേറെ കുറേമാര് കൊണ്ടുവച്ച് ഇടിക്കും. അങ്ങനെ എല്ലാം കൊണ്ട് സ്റ്റോപ്പ് ആക്കാണ്. ആ മയക്കുമരുന്ന് കൊണ്ടുവന്ന ട്രക്കും സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. അതായത് ഈ ട്രക്കിനൊക്കെ ഉള്ള പോലീസുകാരെ കമ്മീഷണർ വേറെ സ്ഥലത്തോട്ട് അയച്ചു കലാപം വരുന്നെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കുറവാണ്. ഇവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ നേരം ഹീറോയും ക്യാപ്റ്റനും ആ ടണലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും വേറെ കുറെ ആൾക്കാർ അവിടെ ബാരിയറൊക്കെ വെച്ചിട്ട് അകത്തോട്ട് കയറ്റി വിടാതെ നിൽക്കുകയാണ്. എല്ലാം ഗുണ്ടകളാണ്, കുറെ ആൾക്കാരുണ്ട്. ക്യാപ്റ്റൻ ചോദിക്കുന്ന നിനക്ക് എത്ര പേരെ നേരിടാൻ പറ്റുമെന്ന്. എന്നാൽ ക്യാപ്റ്റന് കുറച്ച് ആൾക്കാരല്ലേ നേരിടാൻ പറ്റത്തുള്ളൂ. ഹീറോ ഒരു ചിരിയോടെ എല്ലാത്തിനെയും ചെന്ന് അടിക്കുകയാണ്. തിരിച്ചും കുറെ കിട്ടുന്നുണ്ട്, എന്നാൽ തിരിച്ചും അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഹീറോ ഒരു പ്രൊഫഷണൽ ബോക്സറാണ്. എന്തായാലും എന്താ ഉണ്ടാവുന്നത് നമുക്കറിയാലോ. ഈ എല്ലാമാരെ അടിച്ച് നശിപ്പിച്ച് തളർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും ഹീറോ ടണലിന്റെ ഉള്ളിലോട്ട്. ക്യാപ്റ്റൻ വിളിച്ചിട്ട് പറയാണ് എന്നെ കളഞ്ഞിട്ട് പോയില്ലേ എന്ന്. ആ ഇടിച്ചിട്ടോമാര് എണീറ്റ് വരുന്നുണ്ട്. ചിലവന്മാര്, എല്ലാവർക്കും അത്ര ആരോഗ്യമില്ല. ഹീറോ നല്ല ഇടിയാണ് വെച്ചു കൊടുത്തത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ഓഫീസർ ഓപ്പോസിറ്റ് ഡിവിഷനിലെ ക്യാപ്റ്റനെയും വിളിച്ചുകൊണ്ട് കാറിൽ വരുമായിരുന്നു. വേറെ കുറച്ച് പോലീസ് ഓഫീസേഴ്സും ഉണ്ട്. അവര് വരുന്ന സമയത്ത് ഒരു റഷ്യക്കാരൻ കാറ് കൊണ്ടുവച്ച് അവന്മാർ ഇടിച്ച് കാറ് മറിക്കും. ക്യാപ്റ്റൻ അവിടെ നിൽക്കുമ്പോൾ, ടണലിന്റെ പുറത്ത് നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ
ആൾക്കാർ ബൈക്കിൽ കമ്പിയും കുറെ സാധനങ്ങളുമായിട്ട് ടണലിന്റെ ഉള്ളിലോട്ട് പോകും. നേരെ ചെല്ലുന്നത് ഹീറോന്റെ അടുത്താണ്. ഹീറോനെ ആക്രമിക്കുകയാണ്. അവനെ ബൈക്കിലിട്ട് ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് കുറെ കിട്ടിയെങ്കിലും തിരിച്ചു കൊടുക്കുകയാണ്. അവസാനം എന്താ നടക്കുക? ഹീറോ എല്ലാത്തിനെയും അടിച്ച് ഊപ്പാട് വരുത്താണ്. ഈ ഫൈറ്റ് ഒക്കെ നിങ്ങൾ പോയി നേരിട്ട് കാണണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഈ ബൈക്ക് എടുത്ത് ഹീറോയിനെയും എക്സിനെയും രക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഈ നേരം നമ്മുടെ എക്സും ഹീറോയിനും അവിടെ ഫൈറ്റ് നടത്തുകയാണ്. ഹീറോയിൻ തോക്കൊക്കെ എടുത്ത് കൈ കിട്ടുന്നവന്മാരെ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആണെങ്കിൽ പോലീസുകാരുടെ വടിയെടുത്ത് എല്ലാവരെയും അടിക്കുന്നുണ്ട്. എന്നാൽ എത്ര നേരം പിടിച്ചു നിൽക്കാനാണ്? അവര് തോറ്റുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാൽ വില്ലന്മാര് കുറെ ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവരെ തീർക്കാനാണെന്ന് തോന്നുന്നു. എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ഒരു ടണലിൽ കൂട്ടിയിട്ട് തീർക്കാനാണെന്ന് തോന്നുന്നു ഇവരുടെ പ്ലാൻ. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.